ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ. ഒരു അടിപൊളി സീനറിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ബാക്കിൽ നോക്കാം. എനിക്ക് ഒരു കാര്യമുണ്ട്, നമ്മളിന്ന് ലൈസൻസ് കിട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് വരുന്ന ബൈക്ക് വരുന്ന ഒരു ട്രിപ്പാണ്. ഫസ്റ്റത്തെ ട്രിപ്പാണ് ഈ മൂന്നാർക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഉണ്ട്, അനിയുണ്ട്, അതുപോലെ തന്നെ ഉമ്മയും മാമനും മാമയൊക്കെ ഉണ്ട്. ഞങ്ങൾ പൾസർ അറിയാമല്ലോ, പൾസറിലും പിന്നെ ബുള്ളറ്റിലായിട്ടാണ് വന്നത്. എനിവേ നേരെ വീടിയിട്ട് പോകാം അല്ലേ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പം നമ്മൾ അങ്കമാലി എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. റിഷാൽ ഇതോടെ ഉണ്ട്, ചായ അടിക്കണ്ടേ? ഗൈസ് അങ്ങനെ നമ്മൾ ചുരം കയറാൻ പോവാണ്. അപ്പം ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ്. ഇങ്ങനെ നമ്മളിത് അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഇപ്പം നല്ല മഞ്ഞുണ്ട് ശരിക്കും. അങ്ങനെ നമ്മളിനി കുതിരമ കയറാൻ പോകാല്ലേ അല്ലേ മുതിരയാ? കുതിരമ കയറാൻ പോകല്ലേ? വായ ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ നല്ലൊരു വ്യൂവിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇറങ്ങാൻ പോകാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നോക്കിയാലും കാണാൻ നല്ല ഭംഗിയുള്ള മലനിരകൾ, അവിടെ കുറേ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇതവിടെ ഉണ്ട്. കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ മഞ്ഞിറങ്ങി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ നേരത്താണ് ഇങ്ങോട്ട് കയറേണ്ടത്. ഇപ്പോൾ സമയം 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ടൈപ്പ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ. എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബൈക്ക് എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മൂന്നാറിലേക്കാണ്. ജസ്റ്റ് പെരേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും സംസാരിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം നമ്മൾ നേരെ പോകുന്നു കേട്ടോ. കാരണം 6 മണിയാകുമ്പോഴത്തേന് മൂന്നാർ എത്താമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഇപ്പം തന്നെ ലേറ്റായി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എയർപോർട്ട് റോഡിലാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് നേരെ നമ്മൾ മൂന്നാറിലേക്ക് വെച്ച് പിടിക്കുന്നത്. നമ്മൾ ബൈക്ക് അവിടെ ഉണ്ട്, പൾസർ കാണിച്ചാലൊക്കെ. നമ്മുടെ വണ്ടി ഇതവിടെ സെറ്റ് ആയി. ഞാൻ രാവിലെ എണീച്ചിട്ട് ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് ഇറക്കിയാണ്ടോ. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ടോ. ഇവിടെ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ അങ്കമാലി എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. റിഷാൽ ഇതോടെ ഉണ്ട്, ചായ അടിക്കണ്ടേ? നമ്മൾ മൂന്നാർ പോവല്ലേ? ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്ടോ. ചായ മേടിച്ചിട്ട് തരാം. അവിടെ ചേട്ടൻ ചായ മേടിച്ചിട്ട് തരാം. ഓക്കെ, ചെറിയ തട്ടുകട ഉണ്ട്, അവിടെ ചായ മേടിച്ച് തരാം. അങ്ങനെ നേരം വെളുത്തുട്ടോ. നമ്മൾ ഇവിടുന്ന് ഒരു തോട് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയാണ്. മുത്തുട്ടി ഇതാ വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് രാത്രി മൊത്തം വണ്ടി ഓടിച്ചിട്ട് ഇപ്പം നമ്മൾ രാവിലെ കഴിക്കുന്നത് ഒരു ആശ്വാസം പോലെ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് പോകണം കേട്ടോ. ടൈമില്ല, കാരണം രാവിലെ ആയില്ല. ഇനിയിപ്പോൾ മഞ്ഞൊക്കെ പോകണതിൻ്റെ മുന്നേ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ നിൽക്കില്ല, നേരെ വീടാണ്. അത് ഞാൻ കൂടുതൽ വിശ്വാസം എടുക്കാൻ പറ്റാത്ത, നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പം നമ്മൾ ഗോതമംഗലം എത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തോടൊക്കെ നല്ല ഭംഗിയില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു സ്ട്രെസ് ഫീൽ വരേണ്ടതെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ നിർത്തിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് എടുത്ത് പോവാണ്. ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ നേരം കളയില്ല. ഇപ്പം തന്നെ 8 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ അവിടെ എത്താമെന്ന് വിചാരിച്ചേ. 6 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്താമെന്ന് പ്ലാൻ ചെയ്തത്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ എന്തായാലും പോകട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ചുരം കയറാൻ പോവാണ്. അപ്പം ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ്. നല്ല ഭംഗി. നമ്മൾ താഴത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് മേലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും എക്സൈറ്റഡ് ആണ്. നമുക്കിനി മേലെ കയറി നോക്കാം. മേലെ നിന്ന് കയറിയിട്ടുള്ള അവിടെ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമ്മൾ ഈ താഴത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകമാക്കുന്ന ആ ഒരു സംഭവം കേട്ടോ. ഇവിടുന്ന് മേലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മേലെ കയറി വെക്കാം. നമ്മളിത് അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഇപ്പോൾ നല്ല മഞ്ഞുണ്ട്. ശരിക്കും നമ്മൾ 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ. എനിവേ പോട്ടെ, എന്തായാലും നമുക്ക് ലേറ്റായി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കയറി നോക്കട്ടെ. അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ടൈം 8:30. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കട്ടോ.
ഗൈസ് നമ്മളിതങ്ങനെ ചുരം കയറിക്കൊണ്ടേ ഇരിക്കട്ടെ. നല്ല മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു വെള്ളമൊക്കെ ചേർന്ന് കണ്ടപ്പോൾ നമ്മളിവിടെ നിർത്തിയാണ്ടാവും. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് മേലേക്ക് ഇനിയും കയറാണ്ട് കുഴപ്പമില്ല, നല്ല മഞ്ഞുണ്ട് കിട്ടും. എന്തായാലും നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള സീനറി ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോയോ കേട്ടോ. ഓക്കെ ഗൈസ്, ഇനിയും നമുക്ക് മുകളിലായിട്ട് കുറേ പോകാണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തിക്കുകയാണ്. മൂന്നാറിൽ വന്നു കഴിഞ്ഞ് വലിയ വെള്ളച്ചാട്ടം ഇതാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഫസ്റ്റത്തെ ഒരു നല്ലൊരു ലൊക്കേഷനാണ് ഇത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ മേലെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് മേലെ കയറിയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാം. ഇത് നല്ലൊരു വ്യൂ ആണ്. ഞാനിത് കൂടുതലായിട്ട് കാണിക്കാത്തത് എന്താ വെച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. മൂന്നാറിൽ വന്ന് എല്ലാവരും ഫസ്റ്റ് എവിടെ കണ്ടില്ലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും, ഈ വെള്ളച്ചാട്ടം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മേലേക്ക് പോകാം കേട്ടോ. നമ്മൾ അടിമാലി എത്തിയിട്ട് അപ്പോൾ 9:41 ടൈം. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് മേലെ കയറിയിട്ട് ആദ്യം ഫുഡ് കഴിക്കണം. മേലെ കയറിയിട്ട് ഒരു 11 മണിയൊക്കെ ആവും. അതിന് കഴിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരുപാട് ദൂരം വന്നിട്ട് ഇപ്പോൾ ടൈം ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനിയും കുറേ പോകാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളിതവിടെ മൂന്നാർ എത്തി. നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറിക്കട്ടോ. വേണ്ട പെട്രോൾ പമ്പിൽ കയറിക്കണം. ഇവിടുന്ന് നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് നല്ല മഞ്ഞുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം നമ്മളിവിടെ ഈ ഉച്ച സമയത്ത് എത്തിയ കാരണം രാവിലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നാൽ കേട്ടോ. ഇവിടെ നേരത്തെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അവിടുന്ന് ഒരു പൈപ്പ് വരുന്നുണ്ട്. അതിന് വെള്ളം പൊട്ടിയിട്ട് ചെറുതായിട്ട് പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിന് ലേശം വെള്ളം ഇട്ടപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്തായിട്ട് ഒരു അമ്പലമുണ്ട്. ഇതാണ് വെള്ളം വന്നത്. ഓ, എന്ത് തണുപ്പാ അറിയോ, ഒടുക്കത്തെ തണുപ്പ്. ഇതായിട്ട് അമ്പലം, എന്തിൻ്റെ ഒരു അമ്പലമുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിനി കുതിരമ കയറാൻ പോകല്ലേ അല്ലേ മുത്തുട്ടിയാ? കുതിരമ കയറാൻ പോകല്ലേ? വായ ഒരാൾക്ക് അല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും പാടെ 100 രൂപ ഉണ്ട് പറഞ്ഞത്. എന്തായാലും ജസ്റ്റ് കയറി വെക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് മൂന്നാറിൽ തന്നെ ഉള്ളത്. വൈകുന്നേരം ടൈം ആയിട്ട് നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഓക്കെ ഗൈസ്, ഇതൊരു നല്ല സീനറി ഉള്ള ഒരു ലൊക്കേഷനാണ്. അത് മാത്രമല്ല, നമ്മളിവിടെ വണ്ടി നിർത്താനായിട്ട് മറ്റൊരു കാരണം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 വർഷം മുൻപ് വന്നപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് അന്ന് നമ്മൾ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫസ്റ്റ് സംസാരിച്ചത് ഇവിടുന്നായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇങ്ങനെയൊന്നുമല്ല, ഇനി ഫുള്ള് കോട നിറഞ്ഞിട്ട് നല്ല മഞ്ഞിലായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ ചെറുതായിട്ട് മേലെ നിന്ന് ഇറങ്ങി വരണമൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടറിയാലോ, അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നാണ്, ഇവിടെ വണ്ടി നിർത്തിക്കുകയാണ്. ഇങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകണമെന്നാണ് കരുതിക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ മഞ്ഞിറങ്ങി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ നേരത്താണ് ഇങ്ങോട്ട് കയറേണ്ടത്. ഈ നേരത്ത് കയറിയിട്ട് നമ്മളൊരു എന്താ പറയുക, അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വരണം. അങ്ങനെ രീതിക്ക് നമ്മൾ മൂന്നാറിൽ വരുമ്പോൾ പ്ലാൻ ചെയ്യണം സത്യത്തിൽ. കാരണം എന്നാലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മഞ്ഞൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. എനിവേ ഇപ്പം നല്ല മഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ തന്നെ ആ മരങ്ങളുണ്ടല്ലോ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത് താഴത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു നല്ല നീളത്തിലാണല്ലോ മഞ്ഞ്. അതുകൊണ്ട് മഞ്ഞല്ല മരം. ഓക്കെ, താഴത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകുന്ന ആ മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു റെഡ് ഒരു കളർ പോലത്തെ ഒരു മരമാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും നല്ല മഞ്ഞിറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ഞത്ത് വണ്ടി ഓടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ചുരം ഇറങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ട്. അതാ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം. നമ്മളിത് ഫസ്റ്റ് വന്ന ഒരു സ്ഥലം, ആ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ നല്ല മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ക്ലൗഡൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണിത്. ഇത് ഫോക്കസ് ആവാം. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ആ ഒരു ഭാഗത്ത് നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ റൂട്ട് മാറ്റി നമുക്ക് ഇതിൽ കൂടെ പോകാനുണ്ടായി. നമ്മൾ നേരെ തിരിച്ചിട്ട് അതിന് റൂട്ട് ഉണ്ട്, അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ.